ഈ ദാരിദ്ര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നതിന് കാരണമാകുന്ന വൈതരണി നദിയുണ്ടല്ലോ, തൃഷ്ണ, അതിനെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക? അതിൻ്റെ പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. തൃഷ്ണ എന്ന വൈതരണി നദി എങ്ങനെ നമ്മുടെ സമാധാനത്തെയും സമ്പത്തിനെയും ഒഴുക്കി കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. കൂടുതൽ വേണം എന്ന ഈ അടങ്ങാത്ത ദാഹം തീർക്കാൻ പുറത്തെ ലോകത്ത് എത്ര ഓടിയിട്ടും ഇപ്പോൾ കാര്യമില്ല എന്ന് നമുക്കറിയാം. യജുർവേദത്തിൽ പറയുന്നത് മാ ഘൃതഃ, അത്യാഗ്രഹിയാകരുത്. ആ താക്കീതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് തൃഷ്ണയെ എങ്ങനെ മറികടക്കാം എന്നതിനുള്ള ആധുനിക ലോകത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിനുള്ള ഏതാനും ചില ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം. സന്തോഷത്തിൻ്റെ പരിശീലനമാണ് വൈതരണി നദിയെക്കുറിച്ചുള്ള ഈ ശ്ലോകത്തിൽ തുടർന്ന് പറയുന്നത്. സന്തോഷത്തിൻ്റെ പരിശീലനം. സന്തോഷോ നന്ദനം വനം, സന്തോഷോ നന്ദനം വനം. അതായത് സന്തോഷം ഇന്ദ്രൻ്റെ നന്ദനവനമാണ്. അത് തൃഷ്ണയ്ക്കുള്ള ഒന്നാമത്തെ പരിഹാരമാണ്. സന്തോഷത്തിനുള്ള പ്രായോഗിക നടപടികൾ എന്തൊക്കെയാണെന്നാണല്ലോ നമുക്ക് നോക്കേണ്ടത്. എല്ലാ ദിവസവും രാത്രി 5 കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിന് നന്ദി പറയാവുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയും. ഇത് ചെയ്യാം. ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എനിക്കില്ലാത്തത് എന്നതിനേക്കാൾ എനിക്കുള്ളത് എന്നതിൽ നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കാം. രണ്ടാമത്തത് മതി, എനിക്ക് ഇനഫായി, മതിയായി. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഭക്ഷണമൊക്കെ വിളമ്പി കഴിയുമ്പോൾ ഇനി ചോറ് വേണോ, ചില വേണ്ട മതി എന്ന് പറയില്ലോ. അതുപോലെ ധനത്തിൻ്റെ കാര്യത്തിൽ അതിന് വേണ്ട ഒരു ഇനഫ് പോയിന്റ് ഏതൊക്കെയാണ്? അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് ആദ്യം നിശ്ചയിക്കണം. എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? തുടർന്ന് സുഖമായി ജീവിക്കാൻ എത്ര പണം വേണം? ഇത് കണക്കാക്കണം. ഈ സംഖ്യ എഴുതി വെക്കുക. ഇതിനപ്പുറം അത്യാവശ്യമല്ലാത്തത് അത്യാവശ്യമാക്കാതിരിക്കുക എന്ന കാര്യം നമ്മൾ മറക്കാതെ പിന്തുടരേണ്ട കാര്യമാണ്. അത്യാവശ്യമല്ലാത്തത് അത്യാവശ്യമാക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് നിശ്ചയിക്കുക. അതിന് അതെല്ലാം സഫലമാക്കി സുഖമായി ജീവിക്കാൻ എത്ര പണം വേണം എന്ന് കണക്കാക്കുക. ഈ സംഖ്യ എഴുതി വെക്കുക. ഇതിനപ്പുറം അത്യാവശ്യമല്ലാത്തത് അത്യാവശ്യമാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനി മൂന്നാമത്തത്, ഞാൻ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, 50-30-20 എന്ന ബജറ്റ് റൂളാണ്. 50% അടിസ്ഥാന ആവശ്യങ്ങൾ, വീട്, ഭക്ഷണം, ഗതാഗതം എന്നിവ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. 50% വീട്ടിലേക്ക് വേണ്ട ചെലവ്, ഭക്ഷണത്തിനുള്ളത്, ഗതാഗതം. 30% ആഗ്രഹങ്ങൾ, വിനോദം, ഹോബി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. 20% സേവിങ്സ്, നിക്ഷേപം, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് പാലിച്ചാൽ തൃഷ്ണയുടെ നിയന്ത്രണം എളുപ്പമാണ്. നാലാമത്തത് വൈകിയുള്ള ആഗ്രഹ സാഫല്യം, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഏതെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയെന്ന് വയ്ക്കാം. നിങ്ങൾ ഒരു 24 മണിക്കൂർ കാത്തു നിൽക്കുക. അല്ല, വലിയ സംഗതികളാണ് വാങ്ങാനെന്ന് വിചാരിക്കുന്നതെങ്കിൽ ഒരു 30 ദിവസം കാത്തിരിക്കുക. എനിക്കിത് യഥാർത്ഥത്തിൽ വേണ്ടതാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് സ്വയം ചോദിക്കുക. എന്നിട്ടൊരു തീരുമാനം എടുക്കുക. 90% വേണ്ടി വരില്ല. അഞ്ചാമത്തെ സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്ന് പറയും. താരതമ്യത്തിൻ്റെ മൂലകാരണം സോഷ്യൽ മീഡിയ ആണല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗം നന്നായിട്ട് നിയന്ത്രിക്കാം. ദിവസവും 1 മണിക്കൂറിൽ താഴെ മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അതേപോലെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്, ലക്ഷറി ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട്സ് എല്ലാം അൺഫോളോ ചെയ്യുക. അതൊന്നും പിന്നാലെ പോരുത്. റിയാലിറ്റി ചെക്ക് നടത്തുക. ഇൻസ്റ്റാഗ്രാം ലൈഫ്, വൈസ് വേഴ്സ റിയൽ ലൈഫ്. അതിന് നമ്മൾ ശ്രമിക്കുക. റിയാലിറ്റി ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാഗ്രാം ലൈഫ് അല്ല റിയൽ ലൈഫ്. ആറാമത്തത് നിക്ഷേപത്തിലെ അച്ചടക്കം എന്നുള്ളതാണ്. ഇതിന് ഏതെങ്കിലും നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനറിനെ കാണുകയാണ് വേണ്ടത്. വീഡിയോ കണ്ടതുകൊണ്ടോ മന്ത്രം മാത്രം ജപിച്ചതുകൊണ്ടോ ഒന്നും നിക്ഷേപത്തിലെ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നല്ല ഫിനാൻഷ്യൽ പ്ലാനേഴ്സുമായിട്ട് ബന്ധപ്പെടുക. ലക്ഷ്യാധിഷ്ഠിത സമീപനം ഉണ്ടാക്കിയെടുക്കുക.
അന്ധമായി സമ്പാദിച്ചു കൂട്ടുന്നതിന് പകരം കൃത്യമായി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. മക്കളുടെ വിദ്യാഭ്യാസം, അതിനെത്ര വേണം, എപ്പോഴാണ് ആ പൈസ വേണ്ടി വരിക, വീട് എത്ര വിലയുടേത് വേണം, എപ്പോൾ വാങ്ങണം, റിട്ടയർമെൻറ്റ് കോർപ്പസ് എത്ര വേണം, ഓരോ ലക്ഷ്യത്തിനും പ്ലാൻ ഉണ്ടാക്കുക. അതിനും അപ്പുറം അനാവശ്യമായി സമ്പാദിക്കുകയോ ചെലവഴിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് അടുത്ത 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. നല്ലക്ക് ബീച്ചിൽ പോവാം, കാടുകളിൽ പോകാം, മലകളിൽ കുന്നുകളിലൊക്കെ പോവാം. അവിടെയൊക്കെ പോവുക. രാത്രിയിൽ പുറത്തിറങ്ങി നക്ഷത്രങ്ങളെ നോക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എത്ര ചെറുതാണെന്ന് നമ്മളെ മനസ്സിൽ തന്നെ തോന്നാന്നുള്ളൂ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 7 കാര്യങ്ങളും ഒരു സാമ്പത്തിക ഉപദേശങ്ങളല്ല, മറിച്ച് തൃഷ്ണ എന്ന് പറയുന്ന വൈതരണി, നരകത്തിലേക്കുള്ള നദിയെ മറികടക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളാണ്. നിങ്ങൾ ഈ എപ്പിസോഡ് വീണ്ടും വീണ്ടും കേൾക്കുക, 1, 2, 3 തവണ കേൾക്കുക. അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഈ പ്രായോഗിക മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കണം. യജുർവേദത്തിലെ മാ ഗൃതഃ എന്ന ആ 2 വാക്കുകളുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, അതെപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. സമ്പന്നമായ ഒരു മനസ്സിനും സുരക്ഷിതമായ ഒരു സാമ്പത്തിക ഭാവിക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നീങ്ങാനാണ് ശ്രമിക്കേണ്ടത്. സമ്പന്നമായ ഒരു മനസ്സിനും സുരക്ഷിതമായ ഒരു സാമ്പത്തിക ഭാവിക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നീങ്ങണം. മറ്റൊരു ചിന്തയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.